കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ദ്രോണാചാര്യരുടെ അസ്ത്രങ്ങൾക്ക് മുന്നിൽ പാണ്ഡവപ്പട കരിയില പോലെ കത്തിയമരുകയായിരുന്നു. ആർക്കും അദ്ദേഹത്തെ തോൽപ്പിക്കാനായില്ല. ആ സമയം അവിടെ ഒരു അത്ഭുതം എല്ലാവരും കാണുന്നുണ്ടായിരുന്നു. പാണ്ഡവരിൽ മൂത്തവനായ യുധിഷ്ഠിരന്റെ രഥം മണ്ണിൽ തൊടാതെ വായുവിൽ 4 വിരൽ ഉയരത്തിലാണ് സഞ്ചരിക്കുന്നത്. സത്യത്തിന്റെ കരുത്തായിരുന്നു ആ രഥത്തെ ഉയർത്തി നിർത്തിയത്. എന്നാൽ ആകാശത്തു പറന്ന ആ രഥം പെട്ടെന്ന് നിലം പതിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞ ഒരൊറ്റ വാക്ക് അത് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു. എന്തായിരുന്നു ആ രഹസ്യം? വീഡിയോയിലേക്ക് പോകുന്നതിനു മുമ്പായി താങ്കൾ ഈ വീഡിയോ എവിടെ നിന്ന് ഏത് സമയത്ത് കാണുന്നു എന്നത് കമന്റ് ചെയ്യുക. ദ്രോണർ തന്നെ പ്രിയപുത്രനായ അശ്വത്ഥാമാവിനെ ഓർത്ത് യുദ്ധം ചെയ്യുമ്പോഴെല്ലാം അദ്ദേഹം അജയ്യനായിരുന്നു. കൃഷ്ണൻ ഒരു തന്ത്രമുപദേശിച്ചു. അശ്വത്ഥാമാവ് മരിച്ചു എന്ന് ദ്രോണർ കേട്ടാൽ അദ്ദേഹം ആയുധം താഴെ വയ്ക്കും. ഭീമൻ അശ്വത്ഥാമാവ് എന്നു പേരുള്ള ആനയെ കൊന്നു. പക്ഷെ ദ്രോണർ അത് വിശ്വസിച്ചില്ല. അദ്ദേഹം വിളിച്ചു ചോദിച്ചു, യുധിഷ്ഠിരാ, നീ പറയൂ, എന്റെ മകൻ മരിച്ചോ? നീ നുണ പറയില്ലെന്നെനിക്കറിയാം. യുധിഷ്ഠിരൻ വിറച്ചു. സത്യം മാത്രം പറഞ്ഞു ശീലിച്ച അദ്ദേഹത്തിന്റെ നാവൊന്നിടറി. അദ്ദേഹം ഉറക്കെ പറഞ്ഞു, അശ്വത്ഥാമാ ഹത, അതായത് അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു. തൊട്ടുപിന്നാലെ അദ്ദേഹം മെല്ലെ മന്ത്രിച്ചു, നരോവ കുഞ്ചരോവ, അതായത് അതൊരു മനുഷ്യനോ ആനയോ ആകാം. കൃഷ്ണൻ പെട്ടെന്ന് ശംഖുമുഴക്കി. യുധിഷ്ഠിരൻ പതുക്കെ പറഞ്ഞ ആ സത്യം ശംഖുലിയിൽ മുങ്ങിപ്പോയി. ദ്രോണർ കേട്ടത് തന്റെ മകൻ മരിച്ചു എന്നു മാത്രമാണ്. ആ നിമിഷം യുദ്ധഭൂമി സാക്ഷ്യം വഹിച്ചത് ഭയാനകമായൊരു കാഴ്ചയ്ക്കാണ്. യുധിഷ്ഠിരന്റെ ആകാശത്ത് പറന്നിരുന്ന രഥം ഒറ്റയടിക്ക് മണ്ണിലിടിച്ച് താഴ്ന്നു. സത്യത്തെ മുഴിച്ചതോടുകൂടി യുധിഷ്ഠിരന്റെ ദൈവിക പരിവേഷം നഷ്ടപ്പെട്ടു. ആ ചക്രങ്ങൾ മണ്ണിൽ തൊട്ടപ്പോൾ യുധിഷ്ഠിരൻ ഒരു സാധാരണ മനുഷ്യനായി മാറി. അധികാരത്തിനു വേണ്ടിയല്ലെങ്കിലും ധർമ്മത്തിനു വേണ്ടിയാണെങ്കിലും ഒരർദ്ധസത്യം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആത്മീയ ഉന്നതിയെ ബാധിച്ചു. നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ സത്യത്തിൽ നിന്ന് അല്പം മാറുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഉയരം കുറയുന്നു. യുധിഷ്ഠിരന്റെ രഥം താഴ്ന്നത് ചരിത്രമല്ല, അത് ഓരോ മനുഷ്യനും നൽകുന്ന മുന്നറിയിപ്പാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് സത്യത്തെ വളച്ചൊടിക്കുന്നത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള ഗഹനമായ കഥകൾക്കായി ഹ്യൂമൻ ബീയിങ് സബ്സ്ക്രൈബ് ചെയ്യൂ.